അപ്പോൾ ഹലോ, ഇത് നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ്. നമ്മളെല്ലാവരും ഫ്രണ്ട്സാണ്. ഞങ്ങളങ്ങനെ പൊതുവേ ഇറങ്ങാറില്ല. ഒരു സൺഡേ കിട്ടിയോണ്ട് എല്ലാവരും ഇറങ്ങി. നമ്മൾ ഇന്നുള്ളത് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്തെ ആഴിമലയിലാണ്. ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമുക്ക് ആഴിമല ഒന്ന് കാണാം. ഓക്കെ. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല ഒരുപാട് തിരക്കുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ശിവൻ. നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്കിപ്പോൾ നേരെ മുമ്പ് ഡയറക്റ്റ് കയറാറുണ്ട്. ഇപ്പോൾ 4 മണി കഴിഞ്ഞാൽ കയറാൻ പറ്റും. ഇതിൻ്റെ അകത്തൊരു കേവ് ഉണ്ട്. ആ കേവ് വഴി കറങ്ങി വേണം നമുക്ക് അകത്തോട്ട് ചെല്ലാൻ. പിന്നെ ഒരുപാട് പോലീസ് റെസ്ട്രിക്ഷനൊക്കെ ഉണ്ട്. അതൊക്കെ പാലിച്ചില്ലെങ്കിൽ പണി കിട്ടും. ഞങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഒരാൾ അപകടത്തിൽ പെട്ടതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചും കണ്ടും വരിക. ഇതാണ് നമ്മുടെ കേവിൻ്റെ എൻട്രൻസ്. ജിജോ അവിടെ നിന്ന് ആരുടെയോ ചെരുപ്പ് വെക്കാൻ വേണ്ടി പോയതാണ്. ജിജോയുടെ ചെരുപ്പ് ജിജോക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പ് കിട്ടിയില്ല. അതുകൊണ്ട് ജിജോ ഇഷ്ടപ്പെട്ട ചെരുപ്പ് ഉടനെ തന്നെ അടിച്ച് മാറ്റി അവിടുന്ന്. ഇവിടെ എന്നാ ബീച്ച് കാണാം. ബ്ലാക്ക് ഷൂ അല്ലേ? നീ ആവശ്യമുള്ള എടുത്തോ. അതാ ആവശ്യമുള്ള ചെരുപ്പ് ഏതാന്ന് വെച്ചാൽ എല്ലാവരും എടുത്തിട്ടോ. നിനക്ക് ചെരുപ്പ് ഏതാ വേണ്ടേ? വേണ്ടല്ലേ? ഓ നോക്കാം. ഇതാണ് കേവിൻ്റെ എൻട്രൻസ്. അകത്തോട്ട് ക്യാമറ കടത്തി വിടുമോ എന്നുള്ള കാര്യം അറിയില്ല. നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് കേവിൻ്റെ എൻട്രൻസ്. നമ്മൾ ഇന്ന് കേവിൽ കയറുന്നില്ല, തിരക്കുണ്ട്. നമുക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പരിപാടികളുണ്ട്. അതുകൊണ്ട് നമ്മൾ കേവിൽ കയറുന്നില്ല. കേവിൽ കയറിയാലും വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാക്കത്തില്ലെന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞത് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് ആൾക്കാർ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഒരുപാടില്ല, എന്നാലും ഉണ്ട്. ഇവിടെ നമുക്ക് ബീച്ച് കാണാം. നല്ല അടിപൊളിയായിട്ട് കാണാം. സ്വാശ്രീ ജിഷ്ണു, കണ്ണൂരിൽ നിന്ന് വന്നിട്ട് എന്താണ് വിശേഷങ്ങൾ പറ. ട്രിവാൻഡ്രം എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു. കാണാൻ ഒരുപാട് ജിഷ്ണു, ആഴിമല ഈ ശിവന്റെ പ്രതിമ വീഡിയോയിൽ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ? ആ കേവ് കാണാനായിട്ടാണ് നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് ഇവിടെ വന്നത്. അപ്പൊ അത് തിരക്കാണ്. കാണാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. പറ്റുമെന്നും അറിയില്ല. നമുക്ക് വൈകുന്നേരം പരിപാടിയോ. അച്ചു കമോൺ. അച്ചു ഇത്തിരി ഷൈ ആണ്, അതാണ് അച്ചു ഒന്നും മിണ്ടാത്തത്. നിഹാലേ സെൽവി കൊല്ലം അവന് അത്ര അറിയും. കാസർഗോഡ്. അനക്ക് അതൊന്നുമല്ല ടെൻഷൻ. പിന്നെന്താണ് ടെൻഷൻ? രാത്രി നല്ല ഫുഡ് കിട്ടുമെന്നാണ് ടെൻഷൻ. അപ്പൊ അതാണ് ഏറ്റവും വലിയ കാര്യം. അത് ശരിയാ. ഫുഡ് മുഖ്യം പിക്കില്ലേ? ഫുഡ് മുഖ്യം. എന്തെടുത്താലും എനിക്ക് ഫുഡ് വേണം. ഫുഡ് ഇല്ലാണ്ട് നമുക്ക് ആനമന്തി മേടിച്ചു കൊടുക്കുന്നത്. അമ്പലത്തിന്റെ ഫ്രണ്ട് നിന്നിട്ടാണ് ആനമന്തി. ഇതാണ് നമ്മുടെ ബീച്ചിലോട്ട്, താഴത്തെ ബീച്ചിലോട്ട് പോകാനുള്ള വഴിയാണിത്. അവിടെയൊക്കെ എന്തൊക്കെയോ പണികളൊക്കെ നടപ്പുണ്ട്. നമ്മളിനി അടുത്ത തവണ വരുമ്പം സെറ്റ് ആവുമായിരിക്കുമല്ലോ. ഇവിടെ VIP പാർക്കിംഗ് ആണെന്ന് തോന്നുന്നു. നമ്മൾ അതുകൊണ്ട് മേളില്. അതുകൊണ്ടാണ്. ജിഷ്ണു കഴിഞ്ഞാൽ കുളിക്കാൻ വന്നപ്പോൾ ഒഴുകി പോയ തോർത്ത് തോടാക്കുന്നു. തിരമാല അടിച്ചും കിട്ടി. എടാ ജിഷ്ണു കഴിഞ്ഞാൽ കുളിക്കാൻ വന്നപ്പോൾ ഇട്ട തോർത്ത് തോണ്ട് അടിച്ചും കിട്ടി തിരിച്ച്. ജിഷ്ണു കഴിഞ്ഞാൽ കുളിക്കാൻ വന്നപ്പോഴേ പോയ തോർത്താ അത്. അത് മറ്റേ എന്തിനാണെന്ന് പറഞ്ഞു കൊടുക്കും. പോണ്ടാ. ആ ബോട്ട് എന്തോ നമുക്ക് സിഗ്നൽ കണക്ക് എന്തോ സംഭവമാണ്. ആടി ഉലയുന്ന തിരമാലകൾ.
മന്ദം അത് കോസ്റ്റൽ ഗാർഡാണ്. ഞങ്ങൾ വരുന്നതിനൊരു ജസ്റ്റ് ഒരു 10 മിനിറ്റ് മുമ്പ് ഒരാൾ അവിടെ എവിടെയും മിസ്സായിട്ടുണ്ട് കടലിൽ. അങ്ങനെ ആളെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആര് വന്നാലും സൂക്ഷിക്കുക. പോലീസ് പറയുന്നതിന് അപ്പുറത്തോട്ട് ആരും ഇറങ്ങാതിരിക്കുക. അവിടെ എന്തോ സെൽഫി എടുത്തുകൊണ്ട് നിന്നയാണ് ആള്. തിരമാല വന്നപ്പോൾ സെൽഫി എടുത്തുകൊണ്ട് നിന്ന്. ജിജോ ഇച്ചിരി ആറ്റിറ്റ്യൂഡാണ്. കുറച്ച് കഴിയുമ്പോഴേ ജിജോ റെഡി ആവത്തുള്ളൂ കേട്ടോ. ഗ്ലാസ് വെച്ച ആൾ ആറ്റിറ്റ്യൂഡാണ്. മമ്മൂട്ടി കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാണ് ഏറ്റവും കൂടുതൽ ആറ്റിറ്റ്യൂഡ്. കണ്ണടിച്ച് കഴിഞ്ഞാൽ മാത്രം. നമ്മൾ പിന്നെ സാധാരണക്കാരാണ്. നമുക്ക് കണ്ണടിച്ചാൽ വലിയ വിഷയമൊന്നുമില്ല. ജിഷ്ണുവിന് മദാമേടുത്ത് സംസാരിക്കണത്. ഹിന്ദി നല്ലോണം അറിയാലേ ജിഷ്ണുവിന്? ഹിന്ദി മദാമേടുത്ത് സംസാരിക്കാനുള്ള ഹിന്ദിയൊക്കെ അവനറിയാം. ഇതുവഴിയാണ് നമ്മൾ അതാ മദാമേടുത്ത് പോയി ചോദിക്കാം. ആഴിമലയെ പറ്റി 2 വാക്ക് നമുക്ക് ചോദിക്കാം. ഗൈസ് നമുക്ക് മെല്ലനെ മെതാമനെ ഒന്ന് മുട്ടി നോക്കാം. കമോൺ. അതും മദാമയുടെ കയ്യിൽ. നമുക്ക് മെല്ലൻ സ്റ്റെപ്പിക്കാം. ചേച്ചിന്റെ കട, ചേച്ചിന്റെ ആ പുഞ്ചിരിയാണ്. ചേച്ചിന്റെ കട വരുന്നത് ആ സ്റ്റെപ്പ് കീഴപ്പാടുള്ള ഒരു കടയാണ്. കൊറേ മാങ്ങിയും. Okay, what's that? Microphone. Okay, hello. I'm from Austria. I live at Nikki's Nest. It's dream. Ayurveda is so great. I love it, and I love India. Yes. And what is the right word for thank you? Nandi. Nani. Simply Nani. Okay, Nani. Nani. മാറിയില്ല ആള് വരും. ജിഷ്ണു ഇനി നീ പറ, മദാമയി ആയിട്ടുള്ള ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? മദാമയായിട്ട് നല്ലോണം പൊളിച്ചിനി. എന്റെ അടുത്ത ലക്ഷ്യം ആ കാണുന്ന കുതിരയാ. നമുക്കിനി നൈസായിട്ട് ആ കുതിരേനെ ഒന്ന് വളച്ചു നോക്കാം. മെരുങ്ങുമോ എന്നറിയില്ല. ഞാൻ കേറും. ശരിയാവുക. അങ്ങനെ നമുക്ക് നോക്കാം. ഇവിടുത്തെ കുതിരയിൽ കയറുന്നതിന് വളരെ ലോ ബഡ്ജറ്റ് ആണ്. 100 റുപ്പീസേ ഉള്ളൂ. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. കുതിരപ്പുറത്തൊരു ആന. കുതിരപ്പുറത്താണ്. കണ്ടൂർക്ക് കേറണ കുതിരയുടെ കാല് പഞ്ചറായിരുന്നു. കുതിരപ്പുറത്ത് ഒരു ആന കയറിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ബോഡി ഷേമിംഗ് ആണെന്ന് ആരും വിചാരിക്കരുത്. ചേട്ടാ കടലിൽ കൊണ്ടുപോകരുത്. ഫോട്ടോ എടുത്താൽ മതിയല്ല, വീഡിയോ എടുക്കണ്ട. അച്ചു
അവന് കടലിൽ പോവരുത് കേട്ടോ. സീറ്റ് ബെൽറ്റ് ഇട്ട്. എടാ ഒരു അടി കൊടുക്ക്. അവനെ അങ്ങനെയല്ല, ഇവിടെ ആണുങ്ങളാരും ഇല്ലേ. ടാറ്റാ ടാറ്റാ. ആ നിലവിളി ശബ്ദം വിടോ. ചേട്ടൻ കൂടെ പോത്തില്ലേ? ചേട്ടൻ കൂടെ പോത്തില്ലേ? ഇല്ല, ഇവർക്ക് രണ്ടുപേർക്കും അറിയൂല. ഇല്ല, അങ്ങനെ പോയിക്കോട്ടെ. ആ നിലവിളി ശബ്ദം വിടോ. അവര് കുതിരേനെ കൊണ്ട് ആ വഴിക്ക് പോയി, നമ്മള് നമ്മുടെ വഴിക്ക് നടക്കും. അവിടെ തിരിച്ചു വരുമായിരുന്നു. നമുക്കിവിടെ നേരത്തെ ഭയങ്കര ഇതായിരുന്നു, വെള്ളമായിരുന്നു. അതുവരെ വെള്ളമായിരുന്നു, അതുവരെ കടൽ കയറി കിടക്കുമായിരുന്നു. ഇപ്പോഴാ ഇതിപ്പോ ഇങ്ങനെ ആയത്, പഴയതുപോലെ ആയത്. ഇപ്പൊ ഇവിടെ എല്ലാവർക്കും വന്ന് കളിക്കാനൊക്കെ പറ്റും. എടാ നിനക്ക് എന്തെങ്കിലും പറയണോ? മൈക്ക് നിനക്ക് ഞാൻ ഹാൻഡ് ഓവർ ചെയ്തു. ഒന്നും പറയണ്ട, അവര് പോയിട്ട് വരട്ടെ. പറയാൻ പറ്റുന്നില്ല. അവര് പോയതിന്റെ ടെൻഷനിൽ ഇരിക്കുകയാണ്. ജിജുക്ക് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കുതിരയിൽ ഓടിപ്പോയ ജിഷ്ണുവും അച്ഛനും വന്നു കഴിഞ്ഞു. ജിജു ഇച്ചിരി ആറ്റിറ്റ്യൂഡാണ്, ആരും ഒന്നും വിചാരിക്കരുത്. അങ്ങനെ ആഴിമലയിലെ സന്ദർശനങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങുകയാണ്. ആഴിമലയിലെ ക്ഷേത്ര സന്ദർശനം കഴിഞ്ഞ് നമ്മൾ മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അകത്തോട്ട് എൻട്രി ചെയ്യാണ്. നമ്മൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ശിവൻ, അപ്പോൾ കാണാത്തവരെല്ലാം കണ്ടോ. ഞാൻ പറഞ്ഞില്ലേ, സൺഡേ ആയതുകൊണ്ട് ഒരുപാട് തിരക്കുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ളൊരു തിരക്കിലാണ്. ഈ ക്രൗഡിന്റെ ഇടയ്ക്ക് നിന്ന് ആർക്കെങ്കിലും നല്ലൊരു ഫോട്ടോ ഇടുമെന്ന് അറിയത്തില്ല. നമുക്ക് ഇവിടെ നമുക്ക് സൺസെറ്റ് കാണാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് വ്ളോഗിങ് ഒക്കെ ചെയ്യുന്നത്, അപ്പം അതിൻ്റെതായ ഒരു ഇതൊക്കെ കാണും. ഇതുപോലുള്ള വീഡിയോകൾ വീണ്ടും ഉണ്ടായിരിക്കുന്നതാണ്. അതെ, നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്താൽ അച്ചുമോളൊപ്പം അച്ചുമോളുടെ ഒപ്പം
പേര് പറയാൻ മറന്നില്ലേ? നമ്മുടെ പേരൊക്കെ പതുക്കെ നമുക്ക് പരിചയപ്പെടാം. ഞാൻ അശ്വിൻ, ഇത് നമ്മുടെ അച്ചു, ഇത് സ്വശ്രീ ഫ്രം കണ്ണൂർ. ഞാൻ കൊല്ലത്താണ്. പിന്നെ ഞങ്ങളെല്ലാവരും ഈ കണ്ണൂർ കിടക്കുന്ന അവനും കൊല്ലത്ത് കിടക്കുന്ന ഞാനും ട്രിവാൻഡ്രത്ത് കിടക്കുന്ന അച്ചുവൊക്കെ എങ്ങനെയാണ് ഒരുമിച്ച് എന്ന ഒരു വലിയ കഥയാണ് നമ്മൾ തുടർന്നുള്ള വ്ളോഗുകൾ പറയുന്നതാണ്. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ശരി, എന്നാൽ നമ്മൾ ഇനിയും വരും. ബൈ ബൈ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.